ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് മെഡോ റിസോർട്ടിലാട്ടോ. വടകരയിലെ ഒരു അടിപൊളി റിസോർട്ടാട്ടോ. ഇതിന് ഉള്ളിൽ തന്നെ അടിപൊളി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി പാർക്കൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഗൈസ് 50 റുപ്യാണ് കേട്ടോ. വലിയ ആൾക്കാർക്കാണെങ്കിൽ 80 റുപ്യ. നല്ല അടിപൊളി റിസോർട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ. അപ്പോൾ നമ്മൾ മറയിന് കളിക്കാൻ വേണ്ടി നമ്മൾ നേരെ പാർക്കിലേക്ക് പോകാൻ പോകട്ടോ. മറയിന് മാത്രമല്ല എല്ലാ ആൾക്കാർക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ കൂടുതൽ ചില കുട്ടികൾക്ക് നീന്താൻ പറ്റിയ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. അടിപൊളി സ്ഥലമാണ്. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കാണിച്ചു തരാം. അല്ലേ ഗൈസ്, നിങ്ങൾ നോക്കുന്നുണ്ട് സംഗതി നോക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലം ഗൈസ്. ഇത്ര മനോഹരമായിട്ട് സ്ഥലം എവിടെയും പോയിട്ട് കണ്ടില്ല. മറിൻകുട്ടി അല്ലേ, ആയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അവരുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്താണ്ടില്ലേ. കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മെഡോ വ്യൂ. ഓ എൻ്റെ പൊന്നോ അടിപൊളി. ഈ വെള്ളം ഒന്ന് സെറ്റാണ്. ഇത് രാത്രിയാണെങ്കിൽ 1:30 അടിപൊളിയായിരിക്കും. ഓക്കെ, റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. റിസോർട്ട് ഈ ഭാഗത്ത് തന്നെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് മുന്നേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായി. ഇത് കണ്ട് ഞാൻ ഗൈസ് നിങ്ങൾ എന്തായാലും ഇവിടെ വരും. ഗൈസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നിങ്ങൾ കപ്പലുണ്ട, കപ്പൽ വല്ല തോണി പോലത്തെ മറ്റേ സിനിമയിലൊക്കെ ഉള്ള വലിയൊരു തോണി ഗൈസ്. ആന ഉണ്ടാവും. ആന സ്മൈൽ ചെയ്യും ആന. ഓക്കെ, പ്രതിമയാണ് ഗൈസ് അത്. പക്ഷെ ശരിക്കും കണ്ടപ്പോൾ ഗൈസ് ആന അവിടെ നിൽക്കുന്ന പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത്. ഇവിടെ നമ്മളെ പ്രോഗ്രാമുകൾ നടത്താം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ, എന്തല്ലേ കാറ്ററിങ്ങിൻ്റെ എല്ലാ പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. ആനോ നിങ്ങൾ ഗൈസ്. അപ്പം മറിക്കുട്ടി അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ നമ്മളെ സ്വിമ്മിംഗ് പൂളാട്ടോ. ചെറിയ കുട്ടികൾക്ക് കുളിക്കാൻ പറ്റിയതാണ്. നമ്മൾക്കൊന്നും കുളിക്കാൻ പറ്റില്ല, ചെറിയ കുട്ടികൾക്ക്. നമുക്കൊക്കെ കുളിക്കാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളുണ്ട്. ഞാൻ എപ്പം ചാടി കുളിച്ചെന്ന് ചോദിച്ചാൽ പോലെ ഗൈസ്. അപ്പോൾ ഇതില്ലേ ഇത് കുറച്ചൊക്കെ ചേറൊക്കെ ഉണ്ട്, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരണേയും ഞാൻ നേരത്തെ കൈയിട്ട് നോക്കി. നല്ല തണുപ്പായി ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് നമുക്ക്. അധികം ചെറിയ കുട്ടികൾക്ക് കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സെറ്റാട്ടോ. കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാം. ഇവിടെ വന്നാൽ ചെറിയ കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ കാണിച്ചു തരാം. നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് ഗുഹൻ്റെ ഉള്ളിലേക്കാണ്. ഒരു മിനിറ്റ്. ആന സ്മൈൽ ആന. ഓ അടിപൊളി സെറ്റ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പന്തല പോയി കെട്ടിട്ടുണ്ടോ കാറ്ററിങ് കഴിഞ്ഞു ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ കഴിച്ച് നിങ്ങൾ നോക്കി. എൻ്റെ പൊന്നോ നല്ല വ്യൂ. അടിപൊളി. വടകരയിലെ സ്ഥലം നോക്കി. പുറത്തൊക്കെ പച്ചപ്പ് പറഞ്ഞ സ്ഥലം അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് നേരെ പോവാട്ടോ. ഇതിൻ്റെ നമുക്ക് ഒന്നും പറയാനില്ല. ഇനി നേരെ പോവാം. നേരെ അകത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ പിന്നെ 10 റുപ്യ കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് പ്രാവിനെയൊക്കെ എടുത്ത് നമ്മളെ കൈമിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് 10 റുപ്യ വേണം. അവിടെ എഴുതിക്കണമല്ല അല്ലേ, 10 റുപ്യ എന്നല്ലേ എഴുതി. യെസ് ഗൈസ്, 10 റുപ്യ 10 ഓൺലി. 10 റുപ്യ കൊടുത്താൽ മതി. 10 റുപ്യ മാത്രം കൊടുത്താൽ നമുക്ക് ഒരുപാട് പക്ഷികളൊക്കെ കൈമ പിടിക്കാം. എന്നിട്ട് അതിന് ഫുഡ് കൊടുക്കാൻ പറ്റും. ഇതിൽ പിന്നെ പക്ഷികളൊന്നും കാണുന്നില്ല. സ്വിമ്മിംഗ് പൂളാണ് ഗൈസ്. ചാടി നോക്കണോ? വേണ്ട. ഇനിയാണ് ഗൈസ് നിങ്ങളെ കാണാൻ പോകുന്ന ഒരു ഒന്നൊന്നര സാധനം. അതിൻ്റെ ഉള്ളിൽ കയറാൻ നിങ്ങളെ പേടിക്കാനുള്ളതൊക്കെ പേടിക്കും. നമ്മൾ പോകാൻ പോകുന്നത് ഗുഹൻ്റെ ഉള്ളിലേക്കാണ് ഗൈസ്. ഇവിടെ ഒരുപാട് സോഫ ഉണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫ ഉണ്ട്. അടിപൊളിയാണ്. എൻ്റെ പൊന്നോ ലൈറ്റൊക്കെ സെറ്റാണല്ലോ. ഓക്കെ അടിപൊളി. യെസ് അമ്മോ അവിടെ ലയന്. അയ്യോ പേടിപ്പിക്കല്ലേ. അതുപോലെ ഗൈസ് അക്വോറിയൊക്കെ ഉണ്ട്. അക്വോറിയൊക്കെ കാണുന്നുണ്ട്. എൻ്റെ പൊന്നോ സെറ്റല്ലേ അക്വോറിയൊക്കെ. മീനിൻ്റെ ഒക്കെ ഫിഷൊക്കെ എൻ്റെ സാധനം സെറ്റ്. പിന്നെ ഗൈസ് നമ്മൾ പോകുന്ന സാധനങ്ങൾ കേട്ടോ. എൻ്റെ പൊന്നോ ഗൈസ്. അയ്യോ സ്നേക്ക് പാമ്പിനെ കറക്റ്റ്. എൻ്റെ പൊന്നോ അതേപോലെ ഉണ്ട് കേട്ടോ. അതേപോലെ നിൽക്കുന്ന അതേ ഒരു ടൈപ്പ് കിട്ടോ. വർക്കിംഗ് സെറ്റ് കിട്ടോ. എൻ്റെ പൊന്നോ. ഗോവൻ്റെ ഉള്ളിൽ കയറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടൈഗർ. ഒരു ഭാഗത്തല്ല സിംഹം, ഒരു ഭാഗത്ത് കടുവ. ഗൈസൻ്റെ ഇതപ്പോൾ നമ്മളെത്തിക്കുന്ന വെച്ചാൽ കുട്ടികളൊക്കെ കളിക്കുന്ന പാർക്കാണ് കേട്ടോ. നമ്മൾ മറിമോളൊക്കെ നമ്മളെ മോസി ഇറങ്ങി കേട്ടോ. എന്നുവെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മറിയും ഇങ്ങനെ ചാടി വരുന്ന വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. ഇത് പിന്നെ ഇവിടെ ഒരു യന്ത്രമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ തിരിയും. ഇങ്ങനെ ചുറ്റും
തിരിയുന്ന സാധനം. പക്ഷെ അവിടെ കേടായിരിക്കുന്നു, വയറൊക്കെ വിട്ടേക്കാം. കാണിച്ചതാ വെച്ചാൽ ഇത് തുരുമ്പുടിച്ചത് കണ്ടില്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും പറയാൻ ബാക്കികളില്ല. നല്ല രസം കേട്ടോ. ഞാനിതുപോലെ പാർക്കൊന്നും എത്തിയില്ല, കയറിയിട്ടൊന്നുമില്ല. നമ്മൾ യാസ് കയറുന്ന പാർക്കിൽ എൻ്റെ പൊന്ന് ഓൻ ചാടി കയറി നോക്കി, അടിപൊളി ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഒരു പാടൊക്കെ കാണിച്ചത് ഞാൻ അപ്പുറത്തായിരുന്നു കേട്ടോ. ഇതാ ഇവിടെ ഉണ്ടല്ലേ, നേരത്തെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ചെറിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആൾക്കാർ കൂട്ടമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും നല്ല രസമുണ്ട് കേട്ടോ. ഇത് എൻ്റെ പൊന്നോ സെറ്റ് ഗൈസ് തന്നെയല്ലേ, കാണാൻ പറ്റിയ നല്ല അടിപൊളി ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഗൈസ് ഒട്ടാകെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പം അമ്മ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം കേട്ടോ. നമുക്ക് ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ചില കുട്ടികൾക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിന് പോവാം. പക്ഷേ മറിവിനോട് പറഞ്ഞു, പക്ഷെ മറിവ് പോകുന്നില്ലായിരുന്നു, അവൾക്ക് പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്നാൽ നോക്കിയിട്ടാന്ന് വെച്ച് ഗൈസ് ഒന്നുമില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വന്നു കേട്ടോ. കണക്കിന് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഇവിടെ നമ്മൾ മാത്രമായിരുന്നു. നോക്കട്ടെ ഗൈസ്, ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്, തിരിയാനും അറിയാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ നോക്കട്ടെ. അതുകൊണ്ട് ആൾക്കാർ വരും ഗൈസ്. ഇതുകൾ നല്ല രസമുണ്ടല്ലോ. ഒറിജിനൽ പാറ, നമ്മൾ ഒറിജിനൽ ഇതുണ്ടായ പോലെ തോന്നുന്നു. ഒറിജിനൽ പാറയും ആ വെള്ളത്തിനൊക്കെ സെറ്റിൻ്റെ പൊന്നും അടിപൊളി, ഒന്നും പറയാനില്ല. വണ്ണുണ്ടാവും സെറ്റ്, അടിപൊളി സാധനം സെറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾ കളിക്കാൻ വേണ്ടി വേറൊരു സ്ഥലമാണ് ചാടി കളിക്കുന്നത്. ഇതൊക്കെ ഞാൻ പണ്ട് ഇതൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കയറിക്കുന്ന ഒരുപാട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കഴിച്ച് നമുക്ക് കയറാനൊക്കെ കൊതിയാവും. പക്ഷേ എന്താ ചെയ്യാൻ, നമ്മൾ എല്ലാ ആൾക്കാരായി പോയില്ലേ. ചെറിയ കുട്ടികൾ കയറി പൊളിക്കരുത്. എൻ്റെ പൊന്നോ തൂക്കങ്ങൾ അവിടുന്ന് ചാടിയിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ചാടി കളിക്കുക തന്നെയാണ് കഴിച്ച്. അടിപൊളി കേട്ടോ, അടിപൊളി സെറ്റാണ്. ഇവിടെ വന്നാൽ കഴിച്ച് നിങ്ങളെ മക്കൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ അടിച്ച് പൊളിക്കട്ടോ. ഇവിടെ വന്നാൽ സെറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആകെ കുറച്ച് പൈസ ഉള്ളൂ കഴിച്ച്. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതൊന്ന് സാധിച്ചു കൊടുക്കാറ്. ഓക്കെ, എനിക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ കഴിച്ച് ഇവിടെ സൈക്കിൾ കേട്ടോ, സൈക്കിൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സൈക്കിളിൽ കയറി നിന്ന് ബെൽറ്റ് ഇടാം, എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോവാൻ ചെയ്യാം കേട്ടോ. അത് ഇങ്ങനെ തിരിഞ്ഞ് പോവാ ചെയ്യാം. അവിടെ ഒരു ബട്ടന് പോലെ നിൽക്കൂ, അത് ഇങ്ങനെ തിരിഞ്ഞ് പോകും. എൻ്റെ പൊന്നോ സർക്കസ് പോലെ തിരിഞ്ഞ്. പക്ഷെ എന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കയറാം. പക്ഷെ എന്ന് വെച്ചാൽ ഞാനൊന്നും കയറില്ല, എനിക്ക് തല കറങ്ങും. അതാ പ്രശ്നം. എനിക്ക് ഒന്നാമത് പ്രശ്നം വെച്ചാൽ എനിക്ക് അതുപോലത്തെ കയറിയ തല കറങ്ങും. എന്ന് വെച്ചാൽ വല്ലാത്ത പേടിയുണ്ട് ഇങ്ങനെ കറഞ്ഞാലേ. ഓക്കെ, യാസിനെ ചോദിച്ചോക്കെ കേട്ടോ, ഓൻ കയറുമെന്ന് അറിയില്ല, അവനെ ചോദിച്ചോക്കേണ്ടി വരും. ചക്കൊക്കെ ഉണ്ട് ഇവിടെ, ചക്കൻ്റെ മരമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഊഞ്ഞാൽ, പിന്നെ ഫിഷ്. ഓക്കെ, ഫിഷിൻ്റെ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് നമുക്ക് മസാജ് ചെയ്ത് തരും കേട്ടോ. ഫിഷ് വന്ന് നമുക്ക് കാലിനൊക്കെ മസാജ് ചെയ്ത് തരുന്ന ഒരു സ്ഥലമാണ് കണ്ടല്ലേ. ഒരു വ്യൂ ഒക്കെ കൊടുത്തിട്ട് ഇതാ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷ് നമ്മളെ കാല് വൃത്തിയാക്കി തരും. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ഹെലികോപ്റ്ററാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ കേടായതെന്ന് തോന്നുന്നുണ്ട്, പൊടി പിടിച്ചൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരെ വിളിച്ചാൽ മതി, വിളിച്ചാൽ ഒരു സെറ്റാക്കി തരും. അത്രേ ഉള്ളൂ കേട്ടോ, സംഗതി അത്രേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ കുട്ടികളുണ്ടല്ലേ. എൻ്റെ പൊന്നോ വെള്ളമൊക്കെ നിറച്ചിട്ട് ചെറിയ കുട്ടിയൊക്കെ പൊന്നോ. ഹൗസ് ബോട്ടിങ് ഒക്കെ പറയുമ്പോൾ വല്ലാത്ത തട്ടോ. അത് ഹൗസ് ബോട്ടിങ് ഒക്കെ നമ്മൾ പണ്ടൊക്കെ ഗൈസ് നമ്മളിപ്പോൾ ആലപ്പുഴയിലായാലും എവിടെ പോവുകയാണെങ്കിൽ ഹൗസ് ബോട്ടിംഗ് ആണ് നമ്മൾ കൂടുതൽ കാണാം. ഓക്കെ, ഇതിപ്പോൾ ചെറിയ ഹൗസ് ബോട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ അങ്ങനെ. ഓക്കെ, സൈക്കിൾ. അപ്പോൾ എൻ്റെ ഇപ്പം സൈക്കിള് കറക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, എൻ്റെ പൊന്നോ നിങ്ങൾ നോക്കിയത്, എൻ്റെ പൊന്നോ അതിൻ്റെ തൂക്കം ഇങ്ങോട്ട് വരും സംഗതി ഒക്കെ നിങ്ങൾ. ബാക്കോട്ട് പോന്ന്. അയ്യോ ബാക്കോട്ട്, എൻ്റെ പൊന്നോ. അത് ഇപ്പം നമ്മൾ വിട്ടിട്ടുള്ളൂ. ഇത് എയറിൽ ഇങ്ങനെ നിൽക്കുന്നു, എയറിൽ നിൽക്കാതെ. എൻ്റെ പൊന്നോ എയറിൽ നിൽക്കുന്നോക്ക്. ഓക്കെ, എൻ്റെ ഗൈസ് ഇതാണ് സംഭവം. സൈക്കിളിൻ്റെ സംഭവം. ഇതിൽ കയറി ഇരുന്ന് ഒരു ബട്ടൺ നോക്കി ഇങ്ങനെ കറങ്ങും ഗൈസ്. അതായത് ബെൽറ്റ് ഇടുന്ന വെച്ചാൽ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ തല അടിച്ച് വീഴും. അതിനാണ് ബെൽറ്റ് ഇടുന്നത്. ഇത് സൈക്കിൾ ഏതാ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ കാല് മസാജ് ചെയ്യാൻ കയറി ഇരുന്ന് കേട്ടോ ഗൈസ്. ഞാൻ എൻ്റെ പാൻറ്റൊക്കെ പൊന്തിച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഗൈസ് എൻ്റെ ആ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കയറിണ്ടത് എൻ്റെ പൊന്നോ ഗൈസ്. അമ്മോ ഇത് ഒന്നൊന്നര സാധനം. അത്
എൻ്റെ പൊന്നോ കാളപ്പുറത്തുനിന്ന് വീണ് ഗൈസ്. ഗ്യാസ് കാളപ്പുറത്തുനിന്ന് വീണ്. അതുപോലെ തന്നെ ഗൈസ് ഞാൻ വരെ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് കണ്ടില്ലേ ഞാൻ കിടന്ന് കറങ്ങുന്നത്. ഞാൻ തന്നെ പേടിച്ചു വീട് ഗൈസ്. വീണാ പിന്നെ ഒന്നും വിചാരിക്കും നാളെ പോകുന്നുള്ള ഇതിൽ എൻ്റെ പൊന്നോ ഗൈസ്. അത് കഴിച്ച് ഞാൻ നല്ല പേടിച്ചു കഴിഞ്ഞിട്ടത്. സാധാരണ നമ്മൾ ചെറിയ കുട്ടികളെ പോലെ തന്നെ ആവും നമ്മൾ അതിന് നമ്മൾ ഇരിക്കുമ്പോൾ. വല്ലാത്ത ഇതല്ല ഒക്കെ വല്ലാത്ത സംഭവം തന്നെ. എൻ്റെ പൊന്നോ അടിപൊളി. ആ മറിയും മോശമൊക്കെ വീണപ്പോൾ എൻ്റെ പൊന്ന എന്തെങ്കിലും അറിയാം. അത് വീഴ്ച മറിയ നല്ല പേടിച്ചിങ്ങ് കഴിച്ച നല്ല പേടിച്ചിങ്ങ് മോള്. ഓക്കെ അപ്പോൾ കഴിച്ച് നമ്മളെ കാലിൻ്റെ മസാജ് ഞാൻ പറഞ്ഞില്ലേ ഫിഷ് കാലൊക്കെ വൃത്തിയാക്കി തരും കേട്ടോ. കാല് നല്ല ഇതിൽ വൃത്തിയാക്കി തരും കേട്ടോ. അത് നല്ല നമ്മളെ കാലൊക്കെ കഴുകി അടിപൊളിയാക്കി തരും. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ വയസ്സാവുന്ന അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ സെറ്റാക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഇപ്പോൾ കറക്കം ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മറിയ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അപ്പോൾ ഓള് കുറേ നേരെ പറയുന്നു ഓൾക്ക് കുളിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇറക്കി കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ ഇറക്കി. എൻ്റെ പൊന്നോ ഗൈസ് എന്താണെന്നറിയാം അടിപൊളി. ഓള് കയറാ ഇറങ്ങുക കുളിക്കുക അടിപൊളി. അതുപോലെ തന്നെ ഒരു ചെക്കുണ്ട്, ഒരു ചെറിയ ചെക്കുണ്ട്. അതിന് മേലെ ചാടി പിന്നെ വീണ്ടും കയറുന്നു വീണ്ടും ചാടി. നല്ല രസമുണ്ട് ഗൈസ് ആകെ. ഓക്കെ ആ ചെക്കനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ചെക്കൻ കണ്ടില്ലേ. എൻ്റെ പൊന്നോ അവൻ്റെ കയറൽ അപാര കയറൽ തന്നെയാണ് ഗൈസ്. ഓക്കെ നമ്മൾ മറിയുമ്പോൾ വീണ്ടും ഇറങ്ങാണ് സ്വിമ്മിംഗ് പൂളിൽ. മറ്റോനാണ് കയറാ ചാടാ. നല്ല രസം ഗൈസ് ഈ സ്വിമ്മിംഗ് പൂളൊക്കെ കാണുമ്പോൾ. എന്നുവെച്ചാൽ ഗൈസ് നമ്മൾക്കൊക്കെ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോൾ ഒന്ന് ചാടിയാലോ ഒക്കെ തോന്നും. ഓക്കെ വലിയ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചാടായിരുന്നു ഗൈസ്. ഓക്കെ ഇതിപ്പോൾ ചെറിയ കുട്ടികളതല്ല അപ്പോൾ ചാടാൻ പറ്റില്ല അതാണ്. ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ ഉണ്ട് മറ്റേ വ്യൂ റിസോർട്ട്. അപ്പോൾ ഇതുപോലെ ഇതിലുണ്ട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് താമസിക്കാം. അതുപോലെ ഭക്ഷണത്തിൻ്റെ സംഭവമുണ്ട്, റൂമുണ്ട്. ഓക്കെ എക്സ്ട്രാ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നവർക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വ്ളോഗ്സ് ആയിട്ടൊക്കെ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.